ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ പാകിസ്ഥാൻ പട്ടാളം എത്തിയത് അസിം മുനീറിന്റെ നിർദ്ദേശപ്രകാരമെന്ന് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഇല്യാസ് കശ്മീരി. സൈനിക യൂണിഫോമിൽ എത്തി അന്തിമോപചാരം അർപ്പിക്കണം എന്നതായിരുന്നു അസിം മുനീറിന്റെ ഉത്തരവ്. കാണ്ഡഹാർ വിമാന റാഞ്ചലിന് ശേഷം രക്ഷപ്പെട്ട മസൂദ് അസർ ബാലാക്കോട്ടയിൽ എത്തിയെന്നും അവിടെ മസൂദ് അസറിന് പൂർണ്ണ പിന്തുണ ലഭിച്ചു എന്നും ഇല്യാസ് കശ്മീരി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ പാക് സൈന്യം എത്തിയിരുന്നു. യൂണിഫോമിലെത്തിയ സൈന്യം അഭിവാദ്യം അർപ്പിച്ചത് പാക് കരസേനാ മേധാവി അസിം മുനീറിന്റെ നിർദ്ദേശാനുസരണമെന്നാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഇല്യാസ് കശ്മീരി പൊതുവേദിയിൽ പറഞ്ഞത്. സൈനിക വേഷത്തിലെത്തി അന്തിമോപചാരം അർപ്പിക്കണമെന്നായിരുന്നു മുനീറിന്റെ ഉത്തരവ്. कोर कमांडर इनके जनाजे में शरीक होगा, फजाइया इनके जनाजों पर पहरा देगी, आर्मी के जवान अपनी वर्दी के अंदर इनको सलामी पेश करेंगे. 25 साल सब्र, हिम्मत, इस्तिकामत के बाद आज हम रियासत को, बर्री और बहरी फजाई अफवाज को जिहादी नजरिए के ऊपर लेकर आए हैं. शुहदा जैशे मुहम्मद के हैं. കാണ്ഡഹാർ വിമാന റാഞ്ചലിനു ശേഷം രക്ഷപ്പെട്ട മസൂദ് അസർ ബലാക്കോട്ടിലെത്തിയെന്നും അവിടെ മസൂദ് അസറിന് പൂർണ്ണ പിന്തുണ ലഭിച്ചുവെന്നും ഇല്യാസ് കശ്മീരി പറയുന്നുണ്ട്. പാക് ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും പിന്തുണയോടെയാണ് ഭാരതത്തിനെതിരായ നീക്കങ്ങൾ നടക്കുന്നതെന്ന വാസ്തവമാണ് ഭീകരരുടെ വെളിപ്പെടുത്തലിലൂടെ തെളിയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.